ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലുള്ള പോർഷനൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്, കാണാതെ ഒന്നും പഠിക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. സഹകാരി റൈസ് പ്ലസിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പെർസിവറൻസ് ഈസ് ദി സീക്രട്ട് ഓഫ് സക്സസ്. സ്ഥിരോത്സാഹമാണ് വിജയത്തിലേക്കുള്ള സുനിശ്ചിതമായ മാർഗം. അതുകൊണ്ട് സ്ഥിരോത്സാഹികളായിരിക്കുക. എല്ലായ്പ്പോഴും വിജയം വരെ പോരാടും എന്ന് മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. സഹകാരി റൈസ് പ്ലസും ഞങ്ങളെല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട്. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഞാൻ ക്ഷണിക്കുകയാണ് ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ പ്രീവിയസ് ചോദ്യങ്ങളുടെ ഒരു വിശകലന ക്ലാസ്സാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ബേസിക് ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് PSCയുടെ വിവിധ പരീക്ഷകളിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന ടോപ്പിക്ക് വളരെ വിശദമായി തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ക്ലാസ്സുകളിലൂടെ അതിൻ്റെ മോഡൽ ചോദ്യങ്ങളും നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞു. ഇനി പ്യുവറായിട്ട് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കകം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വിവിധ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കറിയാം. ഈ ചോദ്യങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ തന്നെ ഒരു വസ്തുത നിങ്ങൾക്ക് മനസ്സിലാകും. ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് പല ചോദ്യങ്ങളും. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം നമ്മൾ ആദ്യം പറയുന്നതിന് സമാനമായിട്ട് മറ്റ് ചോദ്യങ്ങൾ ഒക്കെ വരാം. അത് ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ടോപ്പിക്ക് പഠിക്കുക, പിന്നെ മോഡൽ ചോദ്യം പഠിക്കുക, പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിക്കുക. ഇങ്ങനെ ഒരു ഫോമാറ്റിൽ നിങ്ങൾ ഓരോ ടോപ്പിക്കും പഠിച്ചു പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ്സാകരുത്. ഞങ്ങളുടെ ലക്ഷ്യം അതാണ്. അതുകൊണ്ടാണ് ഒരു ടോപ്പിക്കിനെ തന്നെ നമ്മൾ ഇത്രയും വിശകലനം ചെയ്ത് ഇത്രയും വിശദമായിട്ട് പഠിപ്പിക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഷനാണ് പ്രീവിയസ് ചോദ്യങ്ങളുടെ വിശകലനം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം വിവിധ പരീക്ഷകളിൽ ഈ മേഖലയിൽ നിന്ന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ആ ചോദ്യങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യാം എന്ന് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? പതിവ് പോലെ നല്ല ചിന്തകളോടുകൂടി, പോസിറ്റീവായിട്ടുള്ള ചിന്തകളോടുകൂടി നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ 19 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത് ആദ്യത്തെ ചോദ്യം 19-ലാണോ തുടങ്ങുന്നത്. ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം? വിവിധ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ കട്ട് ചെയ്താണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യപേപ്പറിലെ 19ാമത്തെ ചോദ്യമായിട്ട് വന്ന ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചോദ്യമാണ് ഇത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചോദ്യ നമ്പറുകൾ ഓർഡറായി വരില്ല. പല ചോദ്യപേപ്പറിൽ നിന്നുള്ള പല നമ്പറുകളായിരിക്കും വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമുക്ക് വേണ്ടത് ആ ചോദ്യങ്ങളും അതിൻ്റെ ഓപ്ഷനുകളും അതിലെ ശരിയായിട്ടുള്ള ഉത്തരവും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ ആദ്യ ചോദ്യം നമുക്ക് ഒന്ന് നോക്കാം. എന്തായി ആദ്യ ചോദ്യം? ഇത് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ 2024 അതായത് കഴിഞ്ഞ വർഷം 2024 വിമൺ CPO പരീക്ഷയ്ക്ക്, വനിതാ പോലീസ് സിവിൽ പോലീസ് ഓഫീസറുടെ പരീക്ഷയുടെ ചോദ്യപേപ്പർ, അതായത് ഈ റീസെൻ്റായിട്ട് നടന്ന
നമ്മുടെ വിമൻ CPOയുടെ പരീക്ഷയ്ക്ക് ചോദിച്ച +2 ലെവൽ പരീക്ഷയാണല്ലോ, അതിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ചോദ്യം. നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായത് കണ്ടെത്തുക. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. അപ്പം നമ്മുടെ കീവേഡ് മനസ്സിൽ പതിപ്പിച്ചോളൂ, ശരിയായ. ചോദ്യപേപ്പറിൽ ഇങ്ങനൊരു ചോദ്യം കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചോദ്യം വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ കീവേഡ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് അണ്ടർലൈൻ ചെയ്യും? ശരിയായത്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഒരു 3 ഓപ്ഷനേ തന്നിട്ടുള്ളൂ. സാധാരണ ഒരു 4 സ്റ്റേറ്റ്മെൻറ്റൊക്കെ വരുന്നതാണ്. ചിലപ്പോൾ 2 കാണുള്ളൂ, ചിലപ്പോൾ 3 കാണുള്ളൂ. അത് ചോദ്യകർത്താവിൻ്റെ ഇഷ്ടം പോലെ ആയിരിക്കും അത് വരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമുക്കത് പരിശോധിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്ക് വേണ്ടത്. 1, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. നമുക്ക് ഓരോന്ന് തന്നെ വിശകലനം ചെയ്ത് പോകാം. ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ വിപുലമായി പഠിച്ചൊരു ടോപ്പിക്കാണ്. അവിടെ നമ്മൾ കുറേ ഡേറ്റുകൾ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, നമ്മുടെ ആ ടോപ്പിക്ക് അവസാനിക്കുന്നത് തന്നെ നമ്മൾ കുറേ ഡേറ്റുകൾ തന്നുകൊണ്ടാണ്. ഓർഡറായി കുറേ ഡേറ്റ്. ആ ഡേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു ഡേറ്റാണ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഹെൽഡ് ഇൻ 1946 ഡിസംബർ 9 എന്ന് നമ്മൾ അടിവരയിട്ട് പഠിച്ചതാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് അതേപടി ചോദിച്ചിരിക്കുകയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 അബ്സല്യൂട്ട്ലി റൈറ്റ്. അപ്പോൾ അത് കറക്റ്റ് പ്രസ്താവനയാണ്. നമുക്കറിയാം 1946 ഡിസംബർ 9 ഡൽഹിയിലെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ 1ാം സമ്മേളനം നടന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. രണ്ടാമത്തെ നോക്കാം. സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിൻ്റെ വിവിധ പ്രവശ്യകളിലെ നിയമസഭാ അംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. അത് ശരിയോ തെറ്റോ? ഭരണഘടനാ നിർമ്മാണ സഭയിലെ മുഴുവൻ അംഗങ്ങളെയും നേരിട്ട് തെരഞ്ഞെടുത്തവരാണ്. അങ്ങനെ അല്ലല്ലോ നമ്മൾ പഠിച്ചത്. അംഗങ്ങൾ എങ്ങനെയാണ്? അതായത് പാർട്ടിലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ആൻഡ് പാർട്ടിലി നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. മൊത്തം അംഗസംഖ്യ 389 തുടക്കത്തിൽ, അറ്റ് ദി ടൈം ഓഫ് ഫോർമേഷൻ 389 പേരിൽ 296 പേര് പ്രവശ്യകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരും 93 പേര് പ്രിൻസ്ലി സ്റ്റേറ്റിൽ നിന്ന്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗങ്ങളും എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ പ്രസ്താവന തെറ്റല്ലേ? എല്ലാ അംഗങ്ങളെയും രാജ്യത്തിൻ്റെ വിവിധ പ്രവിശ്യകളിൽ നിന്ന് നിയമസഭാംഗങ്ങൾ നേരിട്ട് തിരഞ്ഞെടുത്തവരെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഭാഗികമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും അവിടെയുണ്ട്, ഭാഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ട്. അപ്പോൾ ആ പ്രസ്താവന തെറ്റ്. ഒന്നാമത്തെ ശരി, നമുക്ക് ശരി മതി, 2 വേണ്ട. ഇനി ഒരു പ്രസ്താവനയും കൂടെ ഉള്ളൂ. മൂന്നാമത്തത്, സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ്. അത് ഏത് കൊച്ചുകുട്ടിയും പറയും ആ പ്രസ്താവന ശരിയാണെന്ന്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വാസ് ഫോംഡ് അക്കോർഡിംഗ് ടു ദി പ്രപ്പോസൽ ഓഫ് ക്യാബിനറ്റ് മിഷൻ എന്ന് നമ്മൾ പലതവണ പറഞ്ഞതാണ്. ആ ടോപ്പിക് എടുത്തപ്പോഴും മോഡൽ ചോദ്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും ഒക്കെ. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ 1946 മാർച്ച് മാസം 23 കറാച്ചിയിലെത്തിയ, അല്ലെങ്കിൽ 24 ഡൽഹിയിലെത്തിയ ക്യാബിനറ്റ് മിഷൻ എന്ന് പറയുന്ന 3 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരം തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്തത്. അപ്പോൾ 1ഉം 3ഉം പ്രസ്താവനയാണ് ഇവിടെ നമ്മുടെ ആൻസറായി വരുന്നത്. ശരി ഓപ്ഷൻ. അങ്ങനെ ഓപ്ഷനിലുണ്ടോ? ബി ഓപ്ഷൻ കിടപ്പുണ്ട്. 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം. ഒന്ന് അടിവരയിട്ട് പഠിച്ചോളുക. 1ഉം 3ഉം അതാണ് ഇവിടെ കറക്റ്റ്. 2 തെറ്റാണ്. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? അടുത്ത നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്?
ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെയും ശരി പ്രസ്താവനയാണ് വേണ്ടത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. കണ്ടോ, ആ സെൻറ്റൻസ് കഴിഞ്ഞ ചോദ്യത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരി പ്രസ്താവനയാണ് നമ്മൾ പറയാം. തീർച്ചയായിട്ടും ശരി തന്നെയാണ്. അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തെ പ്രസ്താവന, അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായി സംഘടിപ്പിച്ചത്. നോക്കുക, ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി സംഘടിപ്പിച്ചത് അൺഡിവൈഡഡ് ഇന്ത്യ, അതിനെയാണ് അവിഭക്ത ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് ബിഫോർ പാർട്ടീഷൻ, വിഭജനത്തിന് മുമ്പുള്ള ഒറ്റ ഇന്ത്യ, അവിഭക്ത ഇന്ത്യ, അൺഡിവൈഡഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്. അന്ന് നമ്മൾ വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ പാർട്ടീഷൻ പോലും നമ്മൾ മനസ്സിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്, സംഘടിപ്പിക്കപ്പെട്ടത്. കറക്റ്റ് ആൻസർ. അപ്പോൾ ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്, ശരി. അവിഭക്ത ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, അൺഡിവൈഡഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടതെന്ന് പറയുന്നതും ശരി. രണ്ട് ശരി പ്രസ്താവന. മൂന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ഓഗസ്റ്റ് 15, 1947 ഓഗസ്റ്റ് 15. തെറ്റല്ലേ? ഇത് കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞതല്ലേ? നമുക്ക് കഴിഞ്ഞ ചോദ്യം തന്നെയാണ് മറ്റ് പല രൂപത്തിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പരിചയപ്പെട്ട് തന്നെ പോകണം. മൂന്നാമത്തെ പ്രസ്താവന റോങ് ആണ്. എന്തുകൊണ്ട്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രസ്താവന എന്താണ്? 1ഉം 2ഉം മാത്രമേ ശരിയുള്ളൂ, 3 തെറ്റാണ്. അങ്ങനെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ? യെസ്, എ ഓപ്ഷൻ തന്നെ കിടക്കുന്നു. നോക്കൂ, 1ഉം 2ഉം ശരി, 3 തെറ്റ്. കണ്ട, 1ഉം 2ഉം ശരി, 3 തെറ്റ്. ഇതാണ് ഇതിൻ്റെ ആൻസർ. എ ഓപ്ഷനാണ്. ഇത് ഫയർ റെസ്ക്യൂ ഓഫീസർ +2 ലെവൽ പരീക്ഷ 2022 ചോദിച്ച ഫയർ റെസ്ക്യൂ പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷൻ, ടെമ്പററി ചെയർമാൻ, ഇന്ററീം ചെയർമാൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇന്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഈ ചോദ്യം നോക്കൂ, പ്രിലിമിനറി എക്സാമിനേഷൻ യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഏത് വർഷം? 2023 ചോദിച്ചതാണ്. ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. 4 പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലേക്ക് ഒന്നും നോക്കണ്ട, നിങ്ങൾ മനസ്സിൽ ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഉത്തരം. ഡി ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. തീർച്ചയായിട്ടും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തന്നെയാണ് ഇന്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ബാക്കി 3 പേരും കൂടെ ഒന്ന് പരിചയപ്പെട്ടു പോകാം. ബാക്കി 3 ഓപ്ഷൻ: ഡോക്ടർ BR അംബേദ്കർ, ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഡോക്ടർ BR അംബേദ്കർ. അത് മറക്കരുത്. അംബേദ്കറെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ പോരെ, ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല, അത് ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ, അല്ലെങ്കിൽ പെർമനന്റ് ചെയർമാൻ എന്ന് പറയണമെന്നില്ല, ചെയർമാൻ എന്ന് പറഞ്ഞാൽ മതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി ഒരാളുടെ പേരൂടെ ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയേണ്ടത്, അത് നമ്മൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പം വിശദമായി പഠിക്കും. ആമുഖം, പ്രിയാമ്പിൾ ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അപ്പം വിശദമായി പറയാം. ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ, ആമുഖത്തിൻ്റെ ശില്പി, അതാണ് ജവഹർലാൽ നെഹ്റു. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കുന്നു? ബിക്കോസ് preamble is based on the objective resolution introduced by ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ആമുഖം തയ്യാറാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ. അപ്പോൾ ഇവിടെ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എ ഓപ്ഷൻ ഡോക്ടർ BR അംബേദ്കർ, ബി ഓപ്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാൻ.
അല്ലെങ്കിൽ അധ്യക്ഷൻ, പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സച്ചിദാനന്ദ സിൻഹ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസറായിരുന്നു. താൽക്കാലിക അധ്യക്ഷൻ അഥവാ ഇടക്കാല അധ്യക്ഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ജവഹർലാൽ നെഹ്റു, ആർക്കിടെക്റ്റ് ഓഫ് പ്രിയാമ്പിൾ, ആമുഖത്തിൻ്റെ ശില്പി. ഇങ്ങനെ ഒന്ന് പഠിച്ചു പോയി നോക്കൂ നിങ്ങൾ. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. എന്തിനാണ് ഞാനിത് വീണ്ടും ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവൊക്കെ നിങ്ങൾക്കറിയാം, പക്ഷെ ചോദ്യങ്ങൾ വരുന്ന രീതികൾ നോക്കുക. ഒരേ ചോദ്യം തന്നെ പല ഡയമെൻഷനിൽ നിന്ന് നിങ്ങൾ നോക്കി കാണണം. ആ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫയർ റെസ്ക്യൂ ഓഫീസർ +2 ലെവൽ പരീക്ഷ 2022 ആ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പഠിച്ചു പോകുക. നമ്മൾ LGS, LD ലെവല്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് +2 ലെവല്, ഡിഗ്രി ലെവല് എന്നു വേണ്ട എല്ലാ ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യങ്ങളും നമ്മളിവിടെ വിശകലനം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രയോജനപ്പെടും നിങ്ങൾക്കിത്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഇവിടെ നോക്കൂ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഡി ഓപ്ഷനാണ് ഇവിടെ ഉത്തരമെന്നറിയാം. ബാക്കി നമ്മൾ പഴയ രീതിയെ തന്നെ അവലംബിക്കാം. ബാക്കി 3 പേര് കൂടെ ആരാണെന്ന് പറയാം. അംബേദ്കറെ കുറിച്ച് ഇനി ഒന്നും പറയണ്ട, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബി ഓപ്ഷൻ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, ഇപ്പം പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരാളും കൂടെ അല്ലേ ഉള്ളൂ, മുൻഷി, KM മുൻഷി. KM മുൻഷി എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരംഗം. 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. വൺ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ മൊത്തം 7 അംഗ സമിതിയായിട്ട് നിലവിൽ വന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഭരണഘടനയുടെ കരട് സമിതിയുടെ ഒരംഗമാണ് KM മുൻഷിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. ഈ ആമുഖമൊക്കെ പഠിക്കുമ്പം നമുക്ക് പറയാം. ആമുഖം ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണെന്ന് വിശേഷിപ്പിച്ചതും KM മുൻഷിയാണ്. ആ ഒരു ചോദ്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചുകൊള്ളുക. ഹു ടേംഡ് പ്രിയാമ്പിൾ ആസ് ദി പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ് ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതും KM മുൻഷി എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നോക്കൂ, നമ്മൾ ഈ സെഷനിൽ വെറും ചോദ്യങ്ങൾ മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കുറച്ച് SCERT, അതുപോലെ തന്നെ SCERT, NCERT സിലബസും കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. SCERT, NCERT പാഠഭാഗം, പാഠഭാഗത്തൊക്കെ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ചില വസ്തുതകൾ കൂടി വിശകലനം ചെയ്തു പോവുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ PSCയുടെ പരീക്ഷ പാറ്റേൺ എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് പാഠഭാഗങ്ങളിൽ നിന്ന്, സ്കൂൾ പാഠഭാഗങ്ങളിൽ നിന്ന് കൂടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. മുമ്പൊന്നും ആ രീതിയിലായിരുന്നു. അതുകൊണ്ട് പാഠപുസ്തകങ്ങളും കൂടി നമ്മൾ പഠിച്ചു പോകണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ഞാൻ സാധാരണ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ തന്നെ അതിനകത്ത് പലപ്പോഴും ഈ പാഠഭാഗത്തിലുള്ളത് കൂടെ ഉൾപ്പെടുത്താറുണ്ട്. എങ്കിലും സ്പെസിഫിക് ആയിട്ട് ആ പാഠഭാഗങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ചിത്രസഹിതം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഒന്നുകൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഈ നമ്മുടെ SCERTയുടെ 7th ക്ലാസ്സിലെ ചാപ്റ്റർ 3 കിടക്കുന്ന ഈ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ പഠിച്ചതാണ്. അതൊരു ചാർട്ട് രൂപേണയൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമ്പം കൂടുതൽ മനസ്സിൽ പതിയും. അതാണ് ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഒരു ചാർട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഈ പറഞ്ഞിരിക്കുന്ന ഒരു 3-4 ഇൻഫർമേഷൻ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് പഠിച്ച കാര്യം തന്നെ ഒന്ന് ഓർത്താൽ മതി. നമുക്ക് ഇവിടം മുതൽ തുടങ്ങാം. ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഇപ്പം 2-3 ചോദ്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ അതും വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി 9th December 1946, 1946 ഡിസംബർ 9-ാം തീയതിയാണ്
ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വച്ച് പാർലമെൻറ്റ് സെൻട്രൽ ഹാൾ, ഡൽഹി. നമ്മൾ പഠിച്ചതാണ്. ഇവിടേക്ക് വരാം. ദി ഇലക്റ്റഡ് ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അല്ലേ? ഇൻ്ററീം പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം ഡൽഹിയിലെ പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ വെച്ച് നടക്കുമ്പോൾ താൽക്കാലിക അധ്യക്ഷനായി, ഇടക്കാല അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വരികയാണ്. പിന്നീടാണ് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് തന്നെ പറയുക. ഇനി ഇങ്ങോട്ടേക്ക് വരിക. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ് ഓൺ 26 നവംബർ 1949. 1949 നവംബർ 26 ഭരണഘടന ഒപ്പുവച്ച് അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അവിടെ ഒപ്പുവെച്ച് അംഗീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചുകൊണ്ട് ഒപ്പുവെച്ച ദിവസം. അപ്പം ഭരണഘടനയിൽ ഒപ്പുവെച്ച ദിവസം എന്ന് മാത്രം ചോദിച്ചാൽ ഈ ഡേറ്റ് പറയുക. ബട്ട് ദി മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി സൈൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ വിച്ച് ഡേ എന്ന് ചോദിച്ചാൽ അത് 1950 ജാനുവരി 24 എന്ന് പറയണം. 1950 ജാനുവരി 24 ആണ് മറ്റംഗങ്ങൾ ഒപ്പുവെച്ചത്. എന്നാൽ ചെയർമാൻ ഒപ്പുവെച്ചുകൊണ്ട് ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് ഇതാ ഇവിടെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആൻഡ് സൈൻഡ്. അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഒഫീഷ്യലി അപ്രൂവ്ഡ് ഓർ അഡോപ്റ്റഡ് ഓർ സൈൻഡ് ഇൻ വിച്ച് ഡേ 1949 നവംബർ 26. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങോട്ടേക്ക് വരാം. കെയിം ഇൻ ടു എഫക്റ്റ്. ശ്രദ്ധിക്കണേ, അംഗീകരിച്ചു എങ്കിലും ഭരണഘടന നിലവിൽ വന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1950 ജാനുവരി 26. 1950 ജാനുവരി 26. അപ്പം ജാനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. അതുകൊണ്ട് ജാനുവരി 26 നമ്മൾ വേറെ രീതിയിലും പറയുന്നുണ്ടല്ലോ, റിപ്പബ്ലിക് ഡേ. അങ്ങനെയാണെങ്കിൽ അംഗീകരിക്കപ്പെട്ട നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഓഫ് ഇന്ത്യ, നാഷണൽ ലീഗൽ ഡേ ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ ഓർത്തുകൊള്ളുക. ഇനി ഇങ്ങോട്ടേക്ക് വരാം. ചെയർമാൻ ഓഫ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ദി മോസ്റ്റ് പ്രോമിനൻറ്റ് കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഈസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ കീഴിൽ 8 മേജർ കമ്മിറ്റികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. കരട് ഭരണഘടനാ സമിതിയായിരുന്നു. 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ. ആ ഡേറ്റ് കൂടെ ഓർമ്മിച്ചോളൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഫോം ചെയ്തത് 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ BR അംബേദ്കർ. ഇവിടെ വ്യക്തമായി നമ്മൾ പഠിച്ചു. ഇനി ഇതാ ഈ ചോദ്യം കൂടെ പറയുമ്പം അവിടെ അവസാനിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ടൈം ടേക്കൺ ബൈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു പ്രിപ്പയർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടി വന്ന സമയദൈർഘ്യം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 years 11 months and 17 days. 2 years 11 months and 18 days. 18 എന്നോ 17 എന്നോ പറയാം. 17 എന്ന് പറയുന്നതാണ് കൂടുതൽ കറക്റ്റ്. 18 എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ കറക്റ്റ്. പക്ഷെ 17 എന്ന് പറഞ്ഞാൽ അത് കാര്യം എന്തറിയാമോ, നമ്മൾ ആ ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ 1946 ഡിസംബർ 9 മുതൽ ഫസ്റ്റ് മീറ്റിംഗ് മുതൽ 1949 നവംബർ 26 വരെ ആണ് ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി പ്രവർത്തിച്ചത്. ഈ കാലയളവിലാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. അപ്പോൾ ആ 2 ഡേറ്റുകൾ തമ്മിലുള്ള ദൈർഘ്യം നമ്മൾ കണക്കാക്കിയാൽ നമുക്കിങ്ങനെ തന്നെ പറയാം, 2 years 11 months and 17 days. ഞാൻ 18 എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിനിടയിൽ ഒരു ലീപ്പ് ഇയർ ഉണ്ടായിരുന്നു. 1948 അധിവർഷം
ലീപ്പ് ഇയർ. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഫെബ്രുവരിയിൽ ഒരു ദിവസവും കൂടെ കൂടും. അതുകൊണ്ട് 18 ദിവസം എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ PSC മിക്കവാറും ആൻസർ കൊടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, 2 years 11 months and 17 days. നോക്കൂ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പഠിച്ച കാര്യങ്ങൾ ഒരു 6 പോയിന്റുകളിൽ ഒന്ന് നിങ്ങളൊരു ചാർട്ട് രൂപേണ മനസ്സിൽ വെച്ചേക്കുക. ഇങ്ങനെയൊക്കെ പാഠപുസ്തകത്തിൽ കാണുമ്പോൾ പെട്ടെന്ന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇനി അല്ലെങ്കിലും നിങ്ങളിത് അറിയാം, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയാം. ഇനി അവിടെ നമുക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെട്ട് തന്നെ പോകാം. ഇവിടെ ആ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു, നോക്കൂ, ഫോർ ആൻ അൺബ്ലമിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഈ അൺബ്ലമിഷ്ഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഈ കറയറ്റ, ആ വാക്കിൻ്റെ അർത്ഥം അതാണ്. അതായത് കളങ്കമില്ലാത്ത, ഒരു സമ്പൂർണമായ എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാം അതിന്. അതായത് ഒരു കളങ്കമില്ലാത്ത, വളരെ ശുദ്ധമായ ഒരു കറയറ്റ ഒരു ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു ഭരണഘടനയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പിനെ കുറിച്ച് ചെറിയ സൂചന തരുന്നു. ജസ്റ്റ് നമുക്കതൊന്ന് വായിച്ച് പോകാം. നമ്മൾ ഈ പാഠപുസ്തകങ്ങളിലുള്ള പോർഷനൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ വായിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നത്, കാണാതെ ഒന്നും പഠിക്കണ്ട. വായിച്ചു പോകുമ്പോൾ അതിനകത്തുനിന്ന് ചില കാര്യങ്ങൾ, ചില പോയിന്റുകളൊന്ന് സ്ട്രൈക്ക് ചെയ്യും. അത് നമ്മളൊന്ന് മനസ്സിലിട്ടിരുന്നത്. ആദ്യം നമുക്ക് നോക്കാം. ഇത് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വിച്ച് വാസ് ഇൻട്രസ്റ്റഡ് ടു ഫ്രെയിം അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് ദി ഡിസയർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയെ ഭരണഘടന ഉണ്ടാക്കാനായി ചുമതലപ്പെടുത്തിയപ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന ഭരണഘടന ലോകത്തിലെ നമ്പർ 1 ആയിരിക്കണം. ബെസ്റ്റ് ഭരണഘടന തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഭരണഘടനാ നിർമ്മാണ സഭയെ ചുമതലപ്പെടുത്തുകയാണ്. നമുക്ക് നോക്കാം. ദി ചീഫ് ആർക്കിടെക്ട് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ Dr. B.R. Ambedkar made a detailed study of constitution of about 60 countries. ഒന്ന് മനസ്സിൽ വെച്ചോളുക, ഏതാണ്ട് 60ഓളം ലോകരാഷ്ട്രങ്ങളിലെ ഭരണഘടനകൾ വിശദമായി പഠനം നടത്തി നമ്മുടെ ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന ഡോക്ടർ B.R. അംബേദ്കർ വെറുതെ അല്ല ഈ ഭരണഘടന ക്കുള്ള ചില നിർദ്ദേശങ്ങൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തത്. വലിയ ഹോംവർക്ക് ചെയ്തുകൊണ്ട്, വലിയ പഠനങ്ങൾ നടത്തിക്കൊണ്ട്, 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടന എടുത്ത് പഠനം നടത്തി വിശകലനം ചെയ്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ഇനി നമുക്ക് നോക്കാം. He intended to adopt the good aspects of other countries' constitution. എന്തിനാണ് ഈ 60ഓളം രാജ്യങ്ങളുടെ ഭരണഘടന എടുത്തിട്ട് അദ്ദേഹം വിശകലനം ചെയ്തത്? അതിൽ നിന്നുള്ള നല്ല ആസ്പെക്റ്റുകളൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, എത്ര യുക്തിസഹമാണ്, എത്ര ശാസ്ത്രീയമാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയ രീതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. വെറുതെ ഒരാളുടെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളുടെ മനസ്സിൽ തോന്നുന്ന കുറേ ആശയങ്ങൾ എഴുതി വയ്ക്കുകയല്ല നമ്മൾ ചെയ്തത്. വളരെ ശാസ്ത്രീയമായി, വളരെ യുക്തിസഹമായ രീതിയിൽ 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ അംബേദ്കർ വിശദമായി പഠനം നടത്തിയിട്ട് അതിലെ ബെസ്റ്റ് ആസ്പെക്ട്സ്, ഏറ്റവും നല്ല ഗുഡ് ആസ്പെക്ട്സ്, നല്ല കാര്യങ്ങൾ മാത്രം നമ്മളിങ്ങെടുത്തു. അതിലെ മോശപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഓരോ ഭരണഘടനയിലെയും നല്ല വശങ്ങൾ നമ്മൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. എന്നിട്ടോ വൈൽ അഡോപ്റ്റിംഗ് ഐഡിയാസ് ഫ്രം ഫോറിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്യൂ കൺസിഡറേഷൻ വാസ് ഗിവൺ ടു ഇന്ത്യാസ് ഡൈവേഴ്സിറ്റി, ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ആൻഡ് കൾച്ചർ. ഇതൊക്കെ സ്വീകരിച്ചിട്ട് അതേപടി പകർത്തി വയ്ക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു അമേരിക്കൻ ഭരണഘടന എടുക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടനിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുമ്പോൾ അതിൻ്റെ ഗുണവശങ്ങൾ അതേപടി എടുത്ത് പകർത്തുകയല്ല നമ്മൾ ചെയ്തത്. ആ ഐഡിയ നമ്മൾ മനസ്സാ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മൾ നടപ്പാക്കാൻ പോകുമ്പം എന്തിനാണ് കൂടുതൽ കൺസിഡറേഷൻ, കൂടുതൽ പരിഗണന കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്യൂ കൺസിഡറേഷൻ ഈസ് ഗിവൺ ടു ഇന്ത്യാസ് ഡൈവേഴ്സിറ്റി, ഇന്ത്യയുടെ വൈവിധ്യത്തിന്, ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ, നമ്മുടെ ചരിത്രപരമായ നമ്മുടെ പൈതൃകത്തിന്, നമ്മുടെ സംസ്കാരത്തിന് ഒക്കെ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടാണ്
ഈ ഗുണപരമായ വശങ്ങളും മറ്റ് പല രാജ്യങ്ങളിലെ ഭരണഘടനകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ടത്. അല്ലാതെ ഒരു 60ഓളം ഭരണഘടന എടുത്തിട്ട് അതിനകത്ത് കിടക്കുന്ന ആശയങ്ങൾ അതേപടി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊണ്ട് നടപ്പാക്കി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ ആശയങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്തു അല്ലെങ്കിൽ ഏതിന് പരിഗണന കൊടുത്തു, ആ ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തിന് കോട്ടം തട്ടരുത്, നമ്മുടെ കൾച്ചറിന് കോട്ടം തട്ടരുത്. അതിനെയൊക്കെ പരിരക്ഷിച്ചുകൊണ്ട് അതിനെല്ലാം കൂടുതൽ പരിഗണന നൽകിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയത്. നോക്കൂ, ഇതിൽ പരം സൂക്ഷ്മതയോടുകൂടി എങ്ങനെ ഒരു ഭരണഘടന തയ്യാറാക്കാൻ പറ്റും? അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അംബേദ്കർ എന്ന് പറയുന്ന നമ്മുടെ ആർക്കിടെക്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയെ ഈ ഭരണഘടന ഉണ്ടാക്കാൻ ചുമതലപ്പെടുത്തിയപ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്പർ 1 കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ് നമുക്ക് വേണം. അത് സാക്ഷാത്കരിച്ചു. നമ്മൾ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് ഓരോ ഇന്ത്യക്കാരനും പറയാം, ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ബെസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതിനുവേണ്ടി അംബേദ്കർ എടുത്ത റിസ്ക് എന്താണ്? 60ഓളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായി പഠനം നടത്തി അതിലെ ഗുഡ് ആസ്പെക്ട്സ് മാത്രം എടുത്തിട്ട് അത് ഇന്ത്യയുടെ പൈതൃകവും അതുപോലെ ഇന്ത്യയുടെ പാരമ്പര്യവും ഇന്ത്യയുടെ സംസ്കാരവും ചോർന്നു പോകാത്ത രീതിയിൽ അതിന് കൂടുതൽ പരിഗണന നൽകിക്കൊണ്ട് ഈ നല്ല വശങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചു വച്ചേക്കണം. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊക്കെ എങ്ങനെ ചോദ്യങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ എങ്ങനെയും വരാം. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതാണ് ഈ പാഠപുസ്തകം പഠിക്കുമ്പോൾ നിങ്ങൾ ഇച്ചിരി വിശകലനം ചെയ്ത് തന്നെ പഠിക്കണം, വായിച്ച് തന്നെ പഠിക്കണം. അല്ലാതെ പഴയ രീതിയിൽ ആര്, എന്ത്, എപ്പോൾ, എങ്ങനെ, എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുറേ ഉത്തരങ്ങൾ കാണാതെ പഠിച്ചുകൊണ്ട് പോയാൽ അപകടമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളും നമ്മൾ പഠിച്ചു. ഒരു ടോപ്പിക്ക് വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെയും പഠിച്ചു. ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ പഠിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകും. എല്ലാവർക്കും അതുകൊണ്ട് വലിയ വിജയം നേടാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.